അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനാദരവുകൾ നിറഞ്ഞ നമ്മുടെ കുടുംബത്തിലെ കാരണവന്മാർ, ഉപ്പ ഉമ്മമാർ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരിമാർ, ഇത്താത്തമാർ, ഇക്കാക്കമാർ, നിങ്ങൾ ഓരോരുത്തരെയും പോലെ തന്നെ ഞാനും അതിയായ സന്തോഷത്തിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നിമിഷത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കുടുംബസംഘം എന്ന വലിയൊരു സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, ഫാമിലി മീറ്റുകളായാലും ഗെറ്റ് ടുഗദറുകളും എന്തിനേറെ പറയണം, കൂട്ടുകാർക്കിടയിലെ ചെറിയ യാത്രകൾ വരെ പ്ലാനിങ്ങിൽ ഒതുങ്ങിപ്പോകുന്ന സമയത്ത് കൃത്യമായ പ്ലാനിങ്ങോടെ കൃത്യമായ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇത്തരത്തിൽ ഒരു ഭംഗിയായ ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതിൽ അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള നമ്മുടെ ഇബ്രാഹിം ചാപ്പയും റസാക്കായും ഒക്കെ അടങ്ങുന്ന കോർ കമ്മിറ്റിക്ക് ഹൃദയംഗമായ നന്ദിയും അഭിനന്ദനങ്ങളും ആദ്യമേ അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, പുറത്ത് പ്രദർശിപ്പിച്ചിട്ടുള്ള ചാർട്ടിൽ റെഡിൽ അടയാളപ്പെടുത്തിയ ആൾക്കാരിൽ 6 ആളും നമ്മുടെ കൂടെ ഇപ്പോൾ ഇല്ല. അവരെ മറവിക്ക് വിട്ടുകൊടുത്തിട്ട് നമുക്ക് ഒരു സമയം പോലും കടക്കാൻ കഴിയില്ല. അവരുടെ ആഖിറം വെളിച്ചമാകാൻ നമ്മളെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാനധികം ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല. കുടുംബത്തെക്കുറിച്ച് ചില ചിന്തകൾ മാത്രം നിങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് നയിക്കാൻ ഒരു ത്വര നൽകുന്ന ഒരു സംജ്ഞയാണ് അക്ഷരാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. നാം എല്ലാവരും പറയാറുണ്ട്, ഞാൻ ജീവിക്കുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നാം എല്ലാവരും അങ്ങനെ തന്നെയാണ്. നാം എല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെയാണ്. ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത 200ഓളം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ബഹുഭൂരിപക്ഷം കാലഘട്ടവും ലോകം സഞ്ചരിച്ചതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന് തൻ്റെ അമ്മയെയും കുടുംബക്കാരെയും സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് അവിടെയുള്ള നാട്ടുകാരായ, അയൽവാസികളായ, കൂട്ടുകാരായ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതിനേക്കാൾ നല്ല ആവാസ വ്യവസ്ഥകളില്ല, ഇതിനേക്കാൾ നല്ല സമ്പദ് വ്യവസ്ഥകളില്ല, സൗകര്യങ്ങളില്ല, സൗന്ദര്യമുള്ള നാടുകളും ജനങ്ങളും പുറത്ത് പല രാജ്യങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് ഇത്രയും കാലങ്ങൾ സഞ്ചരിച്ചതിന് ശേഷം ഈ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്, കുടുംബം എന്ന 3 അക്ഷരമാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത്രമേൽ നമ്മളെ എവിടെയായാലും സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം ഇടങ്ങളിലേക്ക് തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന് നമുക്കൊരു ത്വര നൽകുന്ന സംജ്ഞയാണ് അക്ഷരാർത്ഥത്തിൽ കുടുംബം എന്ന് പറയുന്നത്. നമ്മുടെ വികാരങ്ങളും നമ്മുടെ സന്തോഷ സങ്കടങ്ങളും എല്ലാം കേൾക്കാനും പറയാനും അതിനെ ശ്രവിക്കാനും തയ്യാറായിട്ടുള്ള കുറച്ച് മനുഷ്യ മനസ്സുകൾ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് കുടുംബം എന്നുള്ളത്. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം നാം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. മരുഭൂമിയിലെ യാതനകളും വേദനകളും സഹിക്കുന്ന നജീബ് കുറെ വർഷങ്ങൾക്ക് ശേഷം മരുഭൂമി താണ്ടി രക്ഷപ്പെടുന്നുണ്ട്. മരുഭൂമിയിലുള്ള യാതനകളും വേദനകളും സഹിക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ജീവിതം പുറത്ത് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു ഭക്ഷണവും സംവിധാനങ്ങളും എനിക്ക് പുറത്ത് കിട്ടും എന്നുള്ളതായിരുന്നില്ല നജീബിനെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ച ഘടകം. സൈനുവും നബീലും ഉമ്മയും അടങ്ങുന്ന ഒരു കുടുംബം, ഒരു കുടുംബമായ ഒരു 3 മനസ്സുകൾ തന്നെ കാത്ത് നാട്ടിലുണ്ട് എന്നുള്ളതായിരുന്നു നജീബിനെ അത്രയും യാതനകളും വേദനകളും സഹിച്ചുള്ള ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. നാം എല്ലാവരും കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്, അങ്ങനെയുള്ള ചിന്തയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊന്നുമില്ലാത്ത, ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ
സംവദിക്കാനോ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ തൻ്റെ സങ്കടങ്ങൾ പറയാനോ ആരുമില്ലാത്ത കുറേയധികം ജനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഞങ്ങൾ കോളേജ് പഠനകാലത്ത് ലീഗൽ എയ്ഡുമായി ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലൊക്കെ പോയ സമയത്ത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആരും തന്നെ ഇല്ലാത്ത ചേരി പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുരുന്ന് മനസ്സുകളെയാണ്. അവർക്ക് സ്വന്തം എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 2-3 മാസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച അല്ലെങ്കിൽ കൂടുതൽ വൈറലായ ഒരു പേരായിരുന്നു ഹിന്ദ് രജബ് എന്നുള്ളത്. നിങ്ങൾ ഒരുപക്ഷെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ആരായിരുന്നു ഹിന്ദ് രജബ്? ഫലസ്തീനിലെ കേവലം 5 വയസ്സ് മാത്രമുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയായിരുന്നു ഹിന്ദ് രജബ്. ഹിന്ദ് രജബിന് ഒരു വേളയിൽ ഫലസ്തീനിലെ ഒരു കൂട്ടം ജനങ്ങളെ വിളിച്ചു വരുത്തി അവിടെ തമ്പടിച്ചിട്ടുള്ള പട്ടാളക്കാർ പൊതുമാപ്പ് നൽകി റഫാ മുനമ്പിലേക്ക് ഒരു കൂട്ടം ജനങ്ങളെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ തൻ്റെ വീട്ടിൽ നിന്ന്, താൻ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് ഹിന്ദ് രജബ് എന്ന പെൺകുട്ടിയും ഉമ്മയും റഫാ മുനമ്പിലേക്ക് പലായനം ചെയ്യുകയാണ്. പലായനം തുടങ്ങുന്ന സമയത്ത് ഈ ഹിന്ദ് രജബിൻ്റെ അമ്മാവൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ സഞ്ചരിക്കുന്ന വണ്ടിയിൽ ഒരു കുട്ടിയുടെ സീറ്റ് മാത്രം ഒഴിവുണ്ട്, വേണമെങ്കിൽ ഹിന്ദ് രജബിനെ ഞങ്ങളെ കൂടെ പറഞ്ഞേക്കാം. ഇത് കേട്ട് ഉമ്മ തൻ്റെ മകൾ കിലോമീറ്ററുകൾ താണ്ടിയുള്ള ദുർഘടമായ പാതയോർത്ത് ആ ഉമ്മ സുരക്ഷിതമായി തൻ്റെ മകൾ റഫാ മുനമ്പിൽ എത്തുമല്ലോ എന്നാലോചിച്ച് ആ ഹിന്ദ് രജബിനെ അമ്മാവൻ്റെ കൂടെ കാറിലയക്കുകയാണ്. അങ്ങനെ ഹിന്ദ് രജബും അമ്മാവനും ഫാമിലിയും അടങ്ങിയ ഒരു കാർ റഫാ മുനമ്പിലേക്ക് ചലിച്ചു. അതേസമയം ആ ഉമ്മ കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് റഫാ മുനമ്പിലേക്ക് നീങ്ങുകയാണ്. ഈ സന്ദർഭത്തിൽ കുറച്ചങ്ങ് കഴിഞ്ഞ് ഹിന്ദ് രജബും അമ്മാവനും കുടുംബങ്ങളും സഞ്ചരിച്ചിട്ടുള്ള ആ കാറിൻ്റെ മുന്നിലേക്ക് ഇസ്രായേലികൾ വർഷിച്ച ഒരു ബോംബ് വന്നു വീഴുകയാണ്. തൻ്റെ കൂടെ സഞ്ചരിച്ച എല്ലാവരും മരിക്കുന്നു, വാഹനം വിച്ഛേദിക്കപ്പെടുന്നു, ജീവൻ പോകാവുന്ന അവസ്ഥയിലേക്ക് ഈ ഹിന്ദ് രജബ് എത്തുന്നു. അപ്പോഴാണ് തൊട്ടടുത്ത് തൻ്റെ അമ്മാവൻ്റെ പോക്കറ്റിൽ നിന്ന് തെറിച്ചു വീണ ഒരു സെൽഫോൺ ഹിന്ദ് രജബ് കാണുന്നത്. അങ്ങനെ ആ ഫോണെടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന റഫാ മുനമ്പിലേക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്ന തൻ്റെ ഉമ്മയെ വിളിക്കുകയാണ്. ഉമ്മ, ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ വെളിച്ചങ്ങൾ വരുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. ഉമ്മക്ക് കാര്യം പിടികിട്ടി. ഉമ്മ പറയുകയാണ്, മോളെ പേടിക്കണ്ട, നീ ഫാത്തിഹ ഓതിക്കോ. ഫാത്തിഹ ചൊല്ലി കൊടുക്കുകയാണ്, തെഹ്ലീൽ ചൊല്ലി കൊടുക്കുകയാണ്. ഉമ്മക്ക് മനസ്സിലായി തൻ്റെ പിഞ്ചോമന മകൾ 5 വയസ്സുള്ള ഹിന്ദ് രജബ് ഇനിയില്ല, അവൾ മരിക്കാൻ പോവുകയാണ്. ഇത് മനസ്സിലാക്കിയ ഉമ്മ എങ്ങനെയെങ്കിലും മകളെ രക്ഷിക്കണം എന്ന ഉദ്ദേശത്തിൽ ഫലസ്തീൻ റെസ്ക്യൂ ടീമിലേക്ക് ഈ വിവരം എത്തിക്കുകയാണ്. എൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇന്നാലിന സ്ഥലത്ത് സ്ഫോടനം നടന്നിട്ടുണ്ട്, അവിടേക്ക് നിങ്ങൾ പോകണം, എൻ്റെ മകളെ രക്ഷിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഈ റെസ്ക്യൂ ടീം ഹിന്ദ് രജബിനെയും അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു കൂട്ടം ജീവിതങ്ങളെയും രക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് ചലിക്കുകയാണ്. അവിടെ എത്താൻ നേരത്ത് ഹിന്ദ് രജബും മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ ബാക്കിയുള്ളവരും അങ്ങനെ തന്നെ. അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തൊരു ബോംബ് അവിടെ അതേ സ്ഥലത്ത് വന്നു വീഴുകയാണ്. ഹിന്ദ് രജബ് എന്ന 5 വയസ്സുള്ള കുട്ടിയും ആ ഫലസ്തീൻ റെസ്ക്യൂ ടീമും അടക്കം ഒരു 20ഓളം ആൾക്കാർ അതേ സന്ദർഭത്തിൽ മരിച്ചു വീഴുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ കൂട്ടരെ, ഞാൻ പറഞ്ഞു വന്നത് കേവലം ഫലസ്തീനിലെ ഒരു മകളെക്കുറിച്ചുള്ള കാര്യമല്ല. ഫലസ്തീനിൽ ജനിക്കുന്ന ഓരോ കുട്ടികളുടെയും, ഓരോ കുടുംബത്തിൻ്റെയും, ഓരോ മനുഷ്യ മനസ്സിൻ്റെയും, ഓരോ ജീവിതങ്ങളുടെയും കഥയാണ് ഹിന്ദ് രജബിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നാം എല്ലാവരും എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, ജ്യേഷ്ഠാനുജന്മാർ, കുട്ടികൾ എല്ലാവരോടും നമ്മളോട് ചേർന്ന് തന്നെയുണ്ട്. അവരെ തലോടാനും അവരെ സ്നേഹിക്കാനും അവർക്ക് ലാളനകൾ നൽകാനും നമുക്ക് ഒട്ടേറെ സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. നാം അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ നാം എത്ര അധപ്പതിച്ചവരാണ് എന്ന് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുന്നുണ്ട്, തൻ്റെ കുടുംബത്തിന് വേണ്ടി
ചെലവഴിക്കുന്നവനാണ് ഏറ്റവും നല്ല മുസ്ലിം എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഈ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നതിൽ കുറേയധികം പണം ചെലവഴിച്ചവരുണ്ടാവും. അവർക്ക് അതിന് തക്കതായ പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും. കേവലം പണം മാത്രമല്ല സുഹൃത്തുക്കളെ, പണം മാത്രമല്ല, നമ്മുടെ സമയവും നമ്മുടെ അധ്വാനവും നമ്മുടെ പരിശ്രമങ്ങളും നമ്മളുടെ ഇടപഴകലുകളും നമ്മളുടെ കുടുംബത്തിന് വേണ്ടി, നമ്മളുടെ ഉറ്റവർക്ക് വേണ്ടി, ഉടയവർക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെയാണ് യഥാർത്ഥ മുസ്ലിം. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനുള്ള ഒരു തുടക്കമാവട്ടെ ഊഷ്മളമായ സൗന്ദര്യമുള്ള ബന്ധങ്ങൾ നമ്മുടെ ഇടയിൽ ഉയർന്നു വരട്ടെ. അതിനൊരു പ്രചോദനമാവട്ടെ ഈ കുടുംബസംഗമം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുടുക്കേങ്ങൽ കുടുംബത്തിന്റെ